റോഷി ഇപ്പോൾ ഉള്ളത് രാജ്ഭവന് മുന്നിലാണ്. അഷിൻ ഡിയാഗോ ഉള്ളത് പാങ്ങോട് മിലിറ്ററി ബേസിലാണ്. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിലായിരിക്കും എത്തുക. വഴിയെല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്നു. റോഷി, എവറിഥിങ് ക്ലിയർ. റോഡ് ട്രാഫിക് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 മിനിറ്റായി തലസ്ഥാന നഗരിയിൽ രാജ്ഭവനിൽ പാങ്ങോട് വരെയുള്ള ഭാഗത്തെ എല്ലാ റോഡിലുള്ള ഗതാഗതവും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് കടന്നുപോകാൻ മുഖ്യമന്ത്രി ഇപ്പോൾ പാങ്ങോട് കാത്തു നിൽക്കുന്നു. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് രാജ്ഭവനിൽ നിന്ന് പാങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയുമല്ലേ? അരുൺകുമാർ, ഏതാണ്ട് 5 മിനിറ്റ് യാത്രയാണ് ഈ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ട്രയൽ റണ്ണിൽ ഈ വാഹനവ്യൂഹം ഈ രാജ്ഭവനിൽ നിന്നും 5 മിനിറ്റ് കൊണ്ട് പാങ്ങോട് സൈനിക ക്യാമ്പിൽ എത്തിച്ചേരും. അവിടെ ഹെലിപ്പാഡിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് 45-ന് ഇറങ്ങുന്നത്. 50-ന് കൃത്യം അവിടെ എത്തും. കാരണം പൂർണ്ണമായും ഗതാഗതം ഈ പൊതുഗതാഗതം സ്തംഭിപ്പിച്ചാണ് തിരിച്ചുവിടുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ രാജ്ഭവനിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറത്തേക്കിറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനവ്യൂഹത്തിൻ്റെ ശബ്ദം അതിൻ്റെ സൈറനാണെന്ന് തോന്നുന്നു. നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഈ രാജ്ഭവൻ്റെ ഗേറ്റ് കടന്ന ഈ പാതയിലൂടെ നേരെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൻ്റെ ആദ്യത്തെ വാഹനം ഈ പുറത്തേക്ക് പൈലറ്റ് വാഹനം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. രാജ്ഭവനിൽ നിന്നും ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം വാഹനവ്യൂഹത്തിലെ ആദ്യ വാഹനമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പൈലറ്റ് വാഹനം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഏതാനും സെക്കൻഡുകൾക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗവർണർ രാജേന്ദ്ര അർലേക്കറും പാങ്ങോട് സൈനിക ക്യാമ്പിലേക്ക് കനത്ത സുരക്ഷയിലാണ് പോകുന്നത്. ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചിട്ട് ഇതിലെ നേരെ പോകുന്നത് വഴുതക്കാടാണ്. വഴുതക്കാട് വഴി കോട്ടൺ ഹിൽ വഴി നേരെ ഇടപ്പഴഞ്ഞി ജംഗ്ഷൻ, തിരിച്ച് അവിടെ നിന്ന് പാങ്ങോട് ഹെലിപ്പാഡിലേക്ക് 5 മിനിറ്റിനകം തന്നെ അവിടെ എത്തിച്ചേരുന്ന രീതിയിൽ തന്നെയാണ് യാത്ര ക്രമീകരിക്കുന്നത്. ഈ ഭാഗത്ത് രാജ്ഭവൻ ഭാഗത്ത് കൂടുതൽ ആളുകൾ പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുന്നില്ല. കാരണം ഇവിടെ വാഹനവ്യൂഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തുള്ളിൽ രാജ്യത്തിന് സമർപ്പിക്കും. 10:30 കൂടിയാണ് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ച തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒപ്പം പാങ്ങോട് വരെ 5 മിനിറ്റിനുള്ളിലായിരിക്കും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം സഞ്ചരിക്കുക. 5 മിനിറ്റിനുള്ളിൽ പാങ്ങോടെത്തി ഹെലിപ്പാഡിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിക്കൊപ്പം വിഴിഞ്ഞത്തേക്ക് പോകും. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം രാജ്ഭവനിൽ നിന്നും എല്ലാ സുരക്ഷാ മുൻകരുതലുകളുമായി പുറത്തേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്ത് പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ രാജ്ഭവനിൽ നിന്ന് പാങ്ങോട്ടേക്ക് പുറപ്പെട്ടു. 5 മിനിറ്റിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തും. അവിടെ ഹെലിപ്പാഡിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വിഴിഞ്ഞത്തേക്ക് ഹെലികോപ്റ്റർ മാർഗം പുറപ്പെടുകയും ചെയ്യും.